ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടികയറി. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 13 നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവ് കൊടികയറ്റി. ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 7-ന് ദിവ്യബലിയും വൈകിട്ട് 5:30-ന് ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും. 10 ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് 5:30-ന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും. 11-ന് ഞായർ രാവിലെ 9:40-ന് കണ്ണൂർ രൂപതാ സഹായം മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസിദ്ധേന്തിമാർക്ക് വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിനെ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും. 12-ന് തിങ്കൾ വേസ്പര ദിനത്തിൽ വൈകിട്ട് 5:30-ന് ദിവ്യബലി, നൊവേന, തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. മെയ് 13-നാണ് 1 ലക്ഷത്തിലേറെ പേർ പങ്കുകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം. തുടർന്ന് 10:15-ന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മൂല്യാധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന MIC ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. എക്സ്പെർട്ട് ഫാക്കൽറ്റി, സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി, ലൈവ് ഓൺലൈൻ ക്ലാസ്, AI ട്രെയിനിംഗ് സെക്ഷൻ, ഇൻഡിവിജ്വൽ കെയർ, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരാട്ടെ, സ്വിമ്മിംഗ്, ഫുട്ബോൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ, എക്സ്ക്ലൂസീവ് പ്രീ LKG, കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ, അഡ്മിഷൻ ഓപ്പൺ LKG to 8th സ്റ്റാൻഡേർഡ്. കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാഠ്യപദ്ധതി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ MIC തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. ലേൺ, പ്ലേ, ഗ്രോ വിത്ത് MIC ഇംഗ്ലീഷ് സ്കൂൾ, കയ്പമംഗലം 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.